ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഈ അന്തരീക്ഷത്തിലെ താപനില ഉയർന്നിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ താപനിലയും ഉയരുകയാണ്. 4 ആൾ കൂടുന്നിടത്ത് സ്ഥാനാർത്ഥികൾ എത്തുന്നു എന്നതാണ് പ്രത്യേകത. കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല, ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു വലിയ പൊങ്കാലയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പൊങ്കാല ഉത്സവത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളും കൂടി എത്തുന്നു. അപ്പോൾ ആൾക്കൂട്ടം എവിടെ കണ്ടാലും അവിടെ സ്ഥാനാർത്ഥികളുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട് അന്തരീക്ഷത്തിലെ ചൂടിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. തിരുവനന്തപുരത്ത് റിപ്പോർട്ട് കണ്ടുവരാം. വോട്ടുറപ്പിക്കാൻ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മിണ്ടിയും പറഞ്ഞും ആളുകൂടുന്നിടങ്ങളിൽ അവരിലൊരാളായി എത്തും. തലസ്ഥാനത്തെ ആരാധനാലയങ്ങളും ഒഴിച്ചുകൂടാനാവില്ല. ഇനി പൊങ്കാല മഹോത്സവം കൂടിയാണെങ്കിൽ തീരെ പറ്റില്ല. കരിക്കകം പൊങ്കാലയ്ക്ക് നിറസാന്നിധ്യമായി തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികളും. അല്ല, ജനങ്ങൾ കൂടുന്ന എല്ലാവരും നമ്മളെത്തും. പൊങ്കാലായ ഒരു ദിവസം, ഇഫ്താറായ എല്ലാ വൈകുന്നേരം, പിന്നെ ഫീസ്റ്റ് ഡേ, പള്ളികൾ, ഞങ്ങൾ എല്ലാവരുടെയും പോകും. ഞാൻ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ എല്ലാ ദിവസവും ഈ റമദാൻ മാസത്തിൽ എല്ലാ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു മസ്ജിദ് കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ സെൻറ്റ് ജോസഫ് ഫീസ്റ്റ് ദിനം 2-3 പള്ളിയിൽ കയറി ഇറങ്ങി അവർ ഫീസ്റ്റ് ആഘോഷം. ഇതെല്ലാം അല്ല, ഞാൻ പറയണത് ജനങ്ങൾ കൂടുന്ന അവിടെയല്ലേ പ്രചരണം കുറച്ചും കൂടി എഫക്റ്റീവ് ആവാം. അതിന് തന്നെ എത്തുന്നു. എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് ഈ ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഇവിടെ വരുന്നു. ബട്ട് പൊങ്കാലിൻ്റെ എനിക്കൊരു എനർജി അതെല്ലാം ആദ്യവും കിട്ടിയതാണ്. ഞാൻ വരുമ്പോൾ ഭക്തന്മാരുടെയും എല്ലാവരുടെയും ഒരു കമ്പൈൻ എനർജി കിട്ടി. എനിക്ക് ഒരു വല്ല ഇൻസ്പിറേഷൻ കിട്ടുന്നു. അതുകൊണ്ട് എനിക്ക് വലിയൊരു സ്പെഷ്യൽ ഒക്കേഷനാണ് ഇങ്ങനെ എല്ലാപ്പോഴും വരുമ്പോൾ. അതിനാണ് ഞാൻ വന്നത്. കടുത്ത മത്സരം നടക്കുന്ന തലസ്ഥാനത്ത് നിർണായകമാണ് സാമുദായിക വോട്ടുകൾ. ഇത്തരം വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു ചെല്ലാൻ 3 മുന്നണികളുടെയും ഇടപെടൽ ഒരുപോലെ ശക്തം. ജനങ്ങൾ കൂടുന്നിടം പ്രചരണം ശക്തിപ്പെടുത്താൻ, വോട്ടുറപ്പിക്കാൻ തകൃതിയായ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.